ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് കള്ളക്കളി ഇവിടെ നടക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? അതെ, അവിടെ തനിച്ചായിരുന്നോ അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, എല്ലാം ഡബിൾ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ആ മോളെ, കളരിക്കിൽ ഇന്ന് ശിവരാത്രിയും നൊയമ്പും മറ്റും ഉണ്ടാവുമോ? അതിന്റെ തിരക്കിലാണോ എല്ലാരും? എനിക്കെന്ത് തിരക്ക്? വ്രതവും നോയമ്പൊക്കെ എടുക്കാൻ വേറൊരുത്തിയും മമ്മി ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതാരാ? അവള് തന്നെ, ആ കൃഷ്ണ. കൃഷ്ണയോ? അതെ മമ്മി, അവളിപ്പോ കളരിക്കലുണ്ട്. അപ്പൊ മോൾ എവിടെയാ? എന്നോട് അവള് പുറത്തു പോവാൻ പറഞ്ഞു. ആരുടെ മുന്നിലും കാണാൻ പാടില്ല എന്നും പറഞ്ഞു. ഞാൻ എന്താ മമ്മി ചെയ്യേണ്ടത്? കൃഷ്ണ എങ്ങനെയാ അവിടെ വന്നത്? അതും മോൾ അവിടെ ഉള്ളപ്പോ? അവളെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഞാൻ മമ്മിയോട് 100 വട്ടം പറഞ്ഞതാ. ഇത്രയും നേരം അവള് നവീന്റെ കൂടെയായിരുന്നു. നവീന്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ അവള് പോയി. മോൾ എന്തൊക്കെയാ പറയുന്നേ? അവളുടെ അടുത്ത് ദേഷ്യം ഉണ്ടെന്ന് കരുതി ആവശ്യമില്ലാത്തൊന്നും പറയരുത്. മമ്മിക്ക് എന്താ ഇതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവാത്തെ? അവൾ ഇന്ന് നവീന്റെ മുന്നിൽ ചെന്ന് പെട്ടു. എന്നിട്ട് നവീൻ അവളെയും കൊണ്ട് കറങ്ങി. തിരിച്ചവള് കളരിക്കല് ഞാനുള്ളപ്പോ വന്ന് കേറി. ഇപ്പതേ ശിവരാത്രി നോയമ്പിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി അവളിവിടെ പിടിച്ചു വെച്ചിരിക്ക. മോള് ഫോൺ ഒന്ന് കൃഷ്ണയ്ക്ക് കൊടുത്തേ. ഇനി അവള് പറയുന്ന കഥ കേൾക്കുമ്പോ മമ്മി അവളുടെ കൂടെ നിൽക്കുമായിരിക്കും അല്ലേ? ഗാഥ, തൽക്കാലം ഒരു ബഹളവും വേണ്ട. നിങ്ങൾ രണ്ടുപേരും കളരിക്കലുണ്ട്. നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് അവിടെ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ കണ്ണിപ്പെടാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തവാ. അത് മറക്കണ്ട. നിനക്കേ നഷ്ടപ്പെടാനുള്ളൂ. പോയി കൃഷ്ണനെ വിളിച്ചിട്ട് വാ. ഞാൻ നോക്കട്ടെ. വന്നേ. മമ്മിയ ഫോണില് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇറങ്ങി വാ. അവളിപ്പോ വരും. അവളോട് ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനും പറയണം. സംസാരിക്ക. ഹലോ മാഡം. കൃഷ്ണ, എന്തൊക്കെയാ നടക്കുന്നത്? നീ എവിടെ പോകുന്നത് ഗാഥയുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് നിനക്കറിയില്ലേ? മാഡം, ഓടി ഒളിച്ച് എത്ര നടന്നതാ ഞാൻ. എന്നിട്ടും നവീന്റെ കൺമുന്നിൽ പെട്ടുപോയി. എന്തേലും ചെയ്യാൻ കഴിയും മുമ്പ് നവീൻ എന്നെ പിടിച്ച് കാറിൽ കയറ്റി. ഇറങ്ങി ഓടാൻ പറ്റുമോ എനിക്ക്? ഓടിയാ ഗാഥയാണ് അങ്ങനെ പെരുമാറുന്നതെന്നല്ലേ കരുതുക? മമ്മി, ഞാനാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി വേറെ എന്തൊക്കെ ഇവിടെ ചെയ്തു എന്ന് ചോദിച്ചു നോക്ക്. ഗാഥ, മോളെ ഒന്ന് അടങ്ങി നിക്ക്. ശരി, നവീന്റെ മുന്നിൽ അങ്ങനെ ചെന്ന് പെട്ടു. കളരിക്കിലേക്ക് വരാതിരിക്കാമായിരുന്നില്ലേ? ഇനി വന്നെങ്കിൽ തന്നെ ഏതെങ്കിലും വഴിക്ക് അവിടുന്ന് ഇറങ്ങായിരുന്നില്ലേ? മാഡം, മുത്തശ്ശി പിടിച്ചു നിർത്തിയതാ. ശിവരാത്രി നോയമ്പിന്റെ കാര്യവും പറഞ്ഞ്. ശിവരാത്രി നോയമ്പിന്റെ കാര്യം നീ എന്തിനു നോക്കുന്നത്? അതിന് ഗാഥമോൾ അവിടെ ഉണ്ടല്ലോ. ഗാഥമോളെ, ശിവരാത്രിക്ക് നോയമ്പെടുക്കുന്ന കാര്യം മുത്തശ്ശി മോളോട് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു മമ്മി.
പക്ഷേ എനിക്ക് വിശന്നപ്പോ ഞാൻ ഫുഡ് വരുത്തി കഴിച്ചു. ഈശ്വര, എന്ത് ഫുഡ്? എന്റെ ചോയ്സ് നോൺ വെജ് ആണെന്ന് മമ്മിക്ക് അറിയില്ലേ? മാഡം, ഈ കുടുംബത്തിലെ എല്ലാരും നവീന് വേണ്ടി ഗാദിയെ കൊണ്ട് നോയമ്പെടുപ്പിക്കാൻ ശ്രമിച്ചതാ. അപ്പോ അത് നടക്കാതിരുന്ന നവീന് തന്നെയല്ലേ അതിന്റെ ദോഷം? ഇത്രയും പൂജയും വ്രതങ്ങളും ഒക്കെ ഞാൻ ചെയ്തതല്ലേ, ഇതുകൂടി ചെയ്തിട്ട് പോവാന്ന് അതുകൊണ്ടാ ഞാൻ കരുതിയത്. മമ്മി, ഇത് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ഇവളുടെ അടവാ. ഈ ലോകത്തുള്ളവരൊക്കെ ശിവരാത്രി നോയമ്പ് എടുക്കുന്നവരാണോ? അതെടുക്കാത്തവരൊന്നും ഇവിടെ ജീവിച്ചിരിപ്പില്ലേ? കൃഷ്ണ, ശിവരാത്രി നോയമ്പെടുക്കണമെങ്കിൽ ഇന്നത്തെ ദിവസം പുലർക്കാലം മുതലല്ലേ എടുക്കേണ്ടത്. അപ്പൊ പിന്നെ നീ എങ്ങനെയാ? ഞാനും അമ്മയും എല്ലാ വർഷവും ശിവരാത്രി നോയമ്പ് എടുക്കാറുണ്ട് മാഡം. രാവിലെ മുതല് ഞാൻ വ്രതത്തിലാ. ശരി, എങ്കിൽ ഇന്നത്തെ കർമ്മങ്ങൾ കൂടി നീ ചെയ്യും. മമ്മി! ഗാഥമോളെ, പറയുന്ന ഒന്ന് കേക്ക്. ആചാരാനുഷ്ഠാനങ്ങളുള്ള ഒരു തറവാട്ടിൽ നിൽക്കുമ്പോ അത് മുടക്കാനായിട്ടുള്ള ഒരു കാര്യവും മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ട് പാടില്ല. നീ നോയമ്പെടുത്തില്ല, നോൺ വെജും കഴിച്ചു. നിനക്കൊരിക്കലും നവീന് വേണ്ടിട്ട് ഇന്ന് ശിവരാത്രി നോയമ്പെടുക്കണമെന്ന് പറ്റില്ല. അത് പിന്നെ എന്നാ പിന്നെ അത് കൃഷ്ണ ചെയ്യട്ടെ. എന്താ മമ്മി ഇത്? തൽക്കാലം ഞാൻ പറയുന്ന മോൾ അനുസരിക്ക്. ഇപ്പോ ഇക്കാര്യത്തിൽ വേറെ മാർഗമൊന്നുമില്ല. ഹലോ, ഒരു കാര്യം നീ ഓർത്തോ, നീയും നിന്റെ അമ്മയും ചാവാൻ പോകുന്നത് എന്റെ കൈകൊണ്ടായിരിക്കും. എന്തായിരുന്നു അവിടെ? ഒന്നുമില്ല, വെറുതെ. ഇരുട്ടിലെന്താ വെറുതെ? എന്ത് കള്ളക്കളി ഇവിടെ നടക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? അതെ, അവിടെ തനിച്ചായിരുന്നോ അതോ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അല്ല, എല്ലാം ഡബിൾ ആണല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. മോളെ,